എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫുട്ബോൾ ന്യൂസുകളാണ്. അതായത് ഈയിടെയായിട്ട് ഫുട്ബോൾ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ UCL ഫൈനലിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ടുള്ള മാനേജർ ആയിട്ടുള്ള മെസിമിലിയാനോ അലഗ്രിയെ ഈ ഒരു ജുവന്റസ് സാക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തിന് ശേഷം ജുവന്റസിന് ഒരു കീഴൊക്കെ നേടിക്കൊടുക്കാൻ ഈ ഒരു സീസണിൽ അലഗ്രിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ആ ഒരു സീരിയൽ കോമ്പറ്റീറ്റർ ആകാൻ ഇനിയും ജുവന്റസിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ജുവന്റസിന്റെ ഒരു കോമ്പറ്റീഷനാണ് ഒരു 3 വർഷം മുന്നേ എടുത്ത് നോക്കിയാണ് സിരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ. അതായത് ആ റൊണാൾഡോ എനിക്ക് തോന്നുന്നു റൊണാൾഡോ പോയതിന് ശേഷം അവർ അധികം ട്രോഫികളൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ആ ഒരു മെസ്സിന്റെ വാചകം ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ആ ലാലിക ബാസ് അടിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്താ മെസ്സി പറഞ്ഞൊരു വാചകമുണ്ട്, ഇതിന്റെ വില ഇത് കിട്ടാത്തപ്പോഴേ മനസ്സിലാകൂ എന്നുള്ളത് പറയുന്നതായിരിക്കും തന്നെ. ആ ഒരു സീരിയ ടൈറ്റിലിന്റെ വില ഈ ഒരു ടൈറ്റിൽ കിട്ടാതായപ്പോഴാവും ജുവന്റസിന് മനസ്സിലായിരിക്കുക. അതായത് കഴിഞ്ഞ സീസണിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാപ്പോളി, ഈ സീസണിൽ ഇന്റർ മിലാന്, അതിന്റെ മുന്നത്തെ സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC മിലാന്, ഇന്റർ മിലാന്, അതിന് മുന്നത്തെ സീസണാണ് ജുവന്റസ് അടിച്ചിട്ടുള്ളത്. അത് ഏകദേശം ഒരു 8 സീസണൊക്കെ അടുപ്പിച്ച് ജുവന്റസ് ആ ഒരു ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ അടിച്ചിട്ടുള്ളതും ജുവന്റസ് തന്നെയാണ്, 36 ടൈറ്റിൽസ്. അപ്പോൾ അലഗ്രിയെ മാറ്റുന്നത് വേറെ എന്തെങ്കിലും ആവില്ല, ആ ഒരു സീരിയെ ജുവന്റസിന് കിട്ടാന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ജുവന്റസിന് സാധിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു 15 പോയിന്റ്സിന്റെ ഡിഡക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ജുവന്റസിന്. അങ്ങനെ കുറേ കൊല്ലാപ്പുകൾ കഴിഞ്ഞിട്ടാണ് ജുവന്റസ് നിൽക്കുന്നത്. അപ്പോൾ അലഗ്രിയെ ജുവന്റസ് സാക്ക് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു ന്യൂസ് പറയാനുള്ളത് ബാസയെ കുറിച്ചിട്ടാണ്. ബാസയിൽ നമുക്കറിയാം കുറച്ച് മുന്നേ ക്ലോപ്പ് ലിവർപൂളിൽ ലീവ് ചെയ്യുകയാണെന്നുള്ള ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം തന്നെ നമ്മൾ കേട്ട ന്യൂസാണ്. സാവി ഒഫീഷ്യലായിട്ട് പറഞ്ഞാണ് സാവി ഈ ഒരു സീസണിൻ്റെ എൻഡോട് കൂടി ഈ ഒരു ബാസിന്ന് ലീവ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ അടുത്ത് വരുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാവിക്ക് തുടരാൻ താല്പര്യമുണ്ട്, റിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ തന്നെ ആയിരുന്നു ബാസ മാനേജ്മെന്റിന്റെയും ഒരവസ്ഥ. സാവിയെ റിന്യൂ ചെയ്യാൻ തന്നെയായിരുന്നു ആർക്കും താല്പര്യം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബാസിനെ ഇതെടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിനും ബാസ കാട്ടണമായിരിക്കും തന്നെ ലാസ്റ്റ് കിട്ട് നിങ്ങൾ റിന്യൂ ചെയ്തോടി പറഞ്ഞ ആ സാവിനോട് തന്നെ സാവിനെ സാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഇപ്പോൾ ബാഴ്സലോണ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിഗതികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനു മുന്നേ ഈ ഒരു സാവി ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു സാക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാസ് എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. പിന്നെയുള്ളൊരു ന്യൂസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോണി ക്രൂസ് ആൻഡ് ലൂക്ക മോഡ്രിച്ച് ആണ്. മോഡ്രിച്ചും ക്രൂസും ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയിൽ നെക്സ്റ്റ് സീസണിലും കാണാൻ താല്പര്യം ഉണ്ടാണ്, കുറേ ആരാധകരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസാണ്. അതായത് ഈ ഒരു മോഡ്രിച്ചിനാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിൽ തുടരാൻ താല്പര്യമുണ്ട്. പക്ഷേ റയൽ ഒരിക്കലും ആ ഒരു കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളതായിരുന്നു കുറേ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മരിയോ കോട്ടക്കാരെ പറയുന്നതിനനുസരിച്ച് റയൽ മാഡ്രിഡിനെ ഈ ഒരു ക്രൂസിനെയും അതുപോലെ തന്നെ മോഡ്രിച്ചിനെയും രണ്ടുപേരെയും ഒരു സീസൺ കൂടി കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സീസണിൽ നമുക്ക് ഈ ഒരു മോഡ്രിച്ച് ക്രൂസ് എന്നുള്ള ആ ഒരു മിഡ്ഫീൽഡ് നമുക്ക് ഇനിയും 1 വർഷം കൂടി കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്ത് പറയുന്ന ഒരു സംഭവം. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ന്യൂസുകളായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റയലിൻ്റെ ഫൈനലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു റയൽ vs ബൊറൂസിയ ഡോർട്ട്മുണ്ട് എന്നുള്ള ആ ഒരു ഫൈനലിൽ നമ്മളിപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫൈനൽ വിജയിച്ചാൽ റയലിന് 20 മില്യൺ കിട്ടും. പക്ഷേ ഈ ഒരു ഫൈനൽ തോറ്റാൽ റയലിന് പ്രോഫിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25-30 മില്യൺ ആകും ഉണ്ടാകുക. 30 മില്യണോളം ഉണ്ടാവും റയലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുക. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ജൂഡ് ബെല്ലിംഗാമിൻ്റെ ട്രാൻസ്ഫറിൽ 25 മില്യൺ ഫസ്റ്റ് ഇയറിൽ ചാമ്പ്യൻസ് ലീഗ് ജൂഡ് ബെല്ലിംഗാം റയൽ മാഡ്രിഡിൽ വെച്ച് നേടുകയാണെങ്കിൽ ആ ഒരു ബോണസ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ 25 മില്യൺ എന്തായാലും റയൽ മാഡ്രിഡ് പേ ചെയ്യേണ്ടി വരും ഈ ഒരു 15th UCL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ
മറ്റൊരു 5 മില്യന്റെ കേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹസാർഡിന്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹസാർഡ് റയൽ മാഡ്രിഡിൽ വെച്ച് എത്ര ചാമ്പ്യൻസ് ലീഗ്, ഓരോ ചാമ്പ്യൻസ് ലീഗിനും 5 മില്യൺ ബോണസ് ചെൽസിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെൽസിക്ക് ഓൾറെഡി ഒരു വട്ടം റയൽ പേ ചെയ്തിട്ടുണ്ടാവും, അതായത് 2022 ചാമ്പ്യൻസ് ലീഗിൽ അത് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഹസാർഡ് റിട്ടയർ ആയി, പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് സ്റ്റിൽ അത് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെൽസിക്ക് ഈ ഒരു വർഷം റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് നേടിയാൽ 5 മില്യൺ ബോണസ് റയൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആ രീതിയിൽ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ UCL അടിക്കണേക്കാട്ടിൽ മെച്ചം ആ ഒരു കളി തോറ്റു കൊടുക്കണേ എന്നാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. ഏകദേശം 20 മില്യൺ ആണ് ജയിച്ചാൽ റയലിന് കിട്ടാൻ പോണത്. പക്ഷേ അതിൽ ജയിച്ചാൽ നഷ്ടം പറയുന്നത് 10 മില്യൺ ആണ്. അപ്പോൾ നഷ്ടക്കണക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ എങ്ങനെയും ആ ടൈറ്റിൽ നേടിയെടുക്കാൻ എനിക്ക് റയൽ മാഡ്രിഡ് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താകും ആ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.